അപ്സ്റ്റോക്സിന്റെ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ലിമിറ്റ് ഓർഡർ എന്തിനു വേണ്ടിയിട്ടാണ് ലിമിറ്റ് ഓർഡർ ഉപയോഗിക്കുന്നത്? നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റോക്ക് ഇപ്പോൾ 100 രൂപക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു 98 രൂപ എത്തുമ്പോൾ ബൈ ചെയ്താൽ മതി. കുറച്ചും കൂടെ കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. മാർക്കറ്റ് ഓർഡർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിലാണ് നമ്മളത് ബൈ ചെയ്തത്. എന്നാൽ എന്താണ് ലിമിറ്റ് ഓർഡർ? അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് വരികയാണ്. ITC എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഞാനിവിടെ ബൈ ചെയ്യാനായിട്ട് വരുന്നു. ITCയുടെ ഇപ്പോഴത്തെ സ്റ്റോക്കിന്റെ പ്രൈസ് 403 രൂപയാണ്. അപ്പൊ ഞാനിവിടെ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബൈ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ബൈയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇത് മാർക്കറ്റ് ഓർഡർ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ മാർക്കറ്റ് ഓർഡർ ആണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 403 രൂപയാണ്. സോ ആ 403 രൂപക്ക് നമ്മുടെ സ്റ്റോക്ക് ഇവിടെ ബൈ ആയിക്കോളും. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യണം. 403 രൂപക്ക് ഞാൻ ബൈ ചെയ്യാൻ തയ്യാറല്ല. വില കുറഞ്ഞ ഒരു 400 രൂപ എത്തുകയാണെങ്കിൽ ഞാൻ ബൈ ചെയ്യാം. കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ ബൈ ചെയ്യാം. മാർക്കറ്റ് പ്രൈസിന് താഴെയുള്ള ഒരു പ്രൈസിൽ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. അപ്പൊ ഇതിന് ലിമിറ്റ് ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കറന്റ് മാർക്കറ്റ് ഓർഡറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ലിമിറ്റ് ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ആരോ മാർക്കിൽ ഒന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പ്രൈസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 403 വന്നിട്ടുണ്ട്. എനിക്ക് 403 രൂപക്ക് ബൈ ചെയ്യാൻ താല്പര്യമില്ല. ഒരു 400 രൂപക്ക് ബൈ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ എനിക്ക് ഇവിടെ 400 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ITCന്റെ സ്റ്റോക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള 403 രൂപയിൽ നിന്ന് വില കുറഞ്ഞ് 400 എത്തുന്ന സമയത്ത് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഞാനൊരു ഇൻട്രാഡേ ഓർഡർ, ഒരു ബൈ ഓർഡർ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. റിവ്യൂ ബൈ ഓർഡറിൽ ക്ലിക്ക് ചെയ്തു. ദെൻ സബ്മിറ്റ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ITCന്റെ ഓർഡർ ഇവിടെ ഓപ്പൺ ഓർഡേഴ്സിലാണ് കിടക്കുന്നത്. കണ്ടോ, ഞാനിവിടെ ഓപ്പൺ ഓർഡേഴ്സ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ITCയുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. ഇതിപ്പോൾ കറന്റ് ഓപ്പൺ ഓർഡേഴ്സിലാണ് കിടക്കുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 403 രൂപയാണ്. ഞാൻ പറയുകയാണ് എനിക്ക് 403 രൂപക്ക് ബൈ ചെയ്യണ്ട, 400നോ അതിന് താഴെയോ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്താൽ മതി. അങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്. സോ ഈ ഓർഡർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടാർഗറ്റ് ഓർഡർ വെക്കാം. നമ്മൾ സെല്ല് ചെയ്ത ഷോർട്ട് ചെയ്ത പൊസിഷന് ഒരു ടാർഗറ്റ് ഓർഡർ വെക്കാൻ പറ്റും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ ബൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ബൈ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇൻട്രാഡേയിൽ ഷോർട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടോ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇനിയൊരു ഇൻഫോസിസിന്റെ സ്റ്റോക്ക് ഇവിടെ സെല്ല് ചെയ്യാൻ വരുന്നു. ഇൻഫോസിസിന്റെ ഞാൻ സെർച്ച് ചെയ്തു. 1559 രൂപയുണ്ട്. ഞാനത് സെല്ല് ചെയ്യാൻ വരികയാണ്. സെല്ല് ചെയ്യുന്നത് ഇൻട്രാഡേയിൽ ഞാനത് സെല്ല് ചെയ്യുന്നു. വേണ്ട ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ മാർക്കറ്റ് ഓർഡർ യൂസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യാം. എനിക്ക് മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യാൻ താല്പര്യമില്ല. കുറച്ചും കൂടെ ഹയർ പ്രൈസിൽ സെല്ല് ചെയ്യണം. നമ്മളാണ് ഇവിടെ സെല്ലർ. ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ സെല്ല് ചെയ്യണം. എപ്പോഴുും ഹയർ പ്രൈസിൽ സെല്ല് ചെയ്യാനല്ലേ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഹയർ പ്രൈസിൽ സെല്ല് ചെയ്യാനും നമുക്ക് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. ലിമിറ്റ് ഓർഡർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ആരോ മാർക്കിലൊന്ന് ടാപ്പ് ചെയ്യുന്നു. സെൻ ഇവിടെ കണ്ടോ, ഇപ്പൊ കറന്റ് 1559 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് 1559 രൂപക്ക് സെല്ല് ചെയ്യേണ്ട, ഒരു 1560 കുറച്ചും കൂടെ ഹയർ പ്രൈസിൽ സെല്ല് ചെയ്യണം. അതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. ദെൻ ഞാനിവിടെ റിവ്യൂ സെൽ ഓർഡർ കൊടുക്കുന്നു. ദെൻ സബ്മിറ്റ് ഓർഡർ കൊടുത്ത സമയത്ത് കണ്ടോ, അഗെയിൻ എൻ്റെ ഓപ്പൺ ഓർഡേഴ്സിലാണ് വന്ന് കിടക്കുന്നത്. ഇൻഫോസിസ് ഞാൻ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയർ പ്രൈസിലേക്ക് എത്തുന്ന സമയത്ത് സെല്ല് ചെയ്യണം. അപ്പൊ അവിടേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിവിടെ ബൈ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഓർഡർ ഒന്ന് മോഡിഫൈ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ പ്ലേസ് ചെയ്ത ITC ഞാൻ 400 രൂപക്കാണ് ലിമിറ്റ് ഓർഡർ ബൈ ചെയ്തത്. കറന്റ് മാർക്കറ്റ് പ്രൈസ് 403 ആണ്. എന്നാൽ 403 കറന്റ് മാർക്കറ്റ് പ്രൈസിന് മുകളിലുള്ള ഒരു പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുത്താലോ, ഞാനിവിടെ ഒരു 405 ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 405 എത്തുമ്പോഴല്ല നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുക, കറന്റ് മാർക്കറ്റ് പ്രൈസിൽ എക്സിക്യൂട്ട് ആവും. കാരണം എന്താ, നമ്മളിവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ പ്രൈസിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് 405നോ അതിന് താഴെയോ വരികയാണെങ്കിൽ ബൈ ചെയ്തോളൂ, 405നോ അതിന് താഴെയോ വരികയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 403 എന്നുള്ളത് 405 താഴെ ആവുമ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ ബൈ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ എത്തുമ്പോൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡർ യൂസ് ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ,
സോ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴെ വരുമ്പോൾ ബൈ ചെയ്യാനും മാർക്കറ്റ് പ്രൈസിനേക്കാൾ മുകളിൽ സെല്ല് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ടാർഗറ്റ് ഓർഡർ ഇട്ട് വെക്കാനും നമ്മൾ ആൾറെഡി ബൈ ചെയ്ത പൊസിഷനിൽ ഒരു ടാർഗറ്റ് ഓർഡർ ഇട്ട് വെക്കാനും ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം.